അപ്പം കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് നമ്മളായിട്ട് ചെയ്യുന്ന പോലെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ യൂഷ്വലി കൺസൾട്ടിങ് ടൈമിൽ ടെസ്റ്റുകൾ ഇപ്പോൾ വീഡിയോ കൺസൾട്ടേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ ടെസ്റ്റുകൾ കൊടുക്കും. അപ്പോൾ ഫിസിക്കൽ കൺസൾട്ടേഷൻ വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ബേസിക് വർക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഷുഗർ കൂടുതലോ പ്ലേറ്റ്ലെറ്റ് കുറവോ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സോ അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട്, അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ഇതിന് മെഡിക്കലി ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്താനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റിൻ്റെ അന്ന് വീണ്ടും നമ്മൾ പ്രൊസീജിയർ പേഷ്യൻ്റ് യൂഷ്വലി ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വരാനാണ് പറയുന്നത്. അപ്പോൾ പലർക്കും ഒരു സർജറി എന്ന് പറയുമ്പോൾ യൂഷ്വലി ജനറൽ അനസ്തീഷ്യ എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് പീരീഡ് വേണം അങ്ങനെയൊക്കെയുള്ള കാരണം സംശയമുണ്ട് കഴിച്ചിട്ട് വരാമോ എന്നുള്ളത്. ഇത് ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീജിയർ യൂഷ്വലി കുറച്ച് ലോങ് പ്രൊസീജിയർ ആയിരിക്കും, 7 to 8 hours ഒക്കെ ഒരു ഡേ ഉണ്ടാവും. ഇത് ഇടയിൽ ബ്രേക്സ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇടയിൽ വെള്ളം ജ്യൂസ് അങ്ങനെയൊക്കെ കൊടുത്ത് പേഷ്യൻ്റ് ഇടയ്ക്ക് റെസ്റ്റ് റൂം പോകാനായിട്ടും ബ്രേക്സ് എടുത്ത് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും.